മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, ഓഫീസ് നടപടികളെ സംബന്ധിച്ചുള്ള മാനുവൽ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എക്സാമിനേഷൻ മുൻകാല ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ച് വന്ന ചില ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. How many late attendants will forfeit on casual leave? അപ്പം എത്ര ലേറ്റ് അറ്റൻഡൻസ് ആണ് ഒരു കാഷ്വൽ ലീവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? എത്ര ലേറ്റ് അറ്റൻഡൻസ് ഒരു കാഷ്വൽ ലീവായിട്ട് ഫോർഫീറ്റ് ചെയ്യും? 3 days, 3 ലേറ്റ് അറ്റൻഡൻസ് ആണ് ഒരു കാഷ്വൽ ലീവായിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നത്. ഇത് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. When the peons to come in the office, ഓഫീസ് OAമാർ എപ്പോഴാണ് ഓഫീസിൽ വരേണ്ടത്? ഹാഫ് ആൻ അവർ ഏർലിയർ. ഓഫീസിൻ്റെ സാധാരണ പ്രവൃത്തി സമയത്തിൻ്റെ അരമണിക്കൂർ മുമ്പ് വരേണ്ടതാണ്. അടുത്തൊരു ചോദ്യം, A letter is received from a MP. കെയർഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വരുന്നതാണ്. എ ലെറ്റർ ഈസ് റിസീവ്ഡ് ഫ്രം എ MP, കെയർഫുൾ കൺസിഡറേഷൻ. അടുത്തൊരു ചോദ്യം, ഇൻ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് വിത്ത് എ സബ്ജക്റ്റ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു കറണ്ട് ഫയൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ എ ഫ്രഷ് സബ്ജക്റ്റ് അറൈസസ്, അതിനിടയിൽ ഒരു പുതിയ സബ്ജക്റ്റ് അറൈസ് ചെയ്തു വന്നു. വാട്ട് ഈസ് ഡിസൈറബിൾ ടു ഡീൽ ഇറ്റ്? അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അഭികാമ്യമായ കാര്യം? അതായത് ഇൻ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് വിത്ത് എ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രഷ് സബ്ജക്റ്റ് അറൈസ് ചെയ്തു. അങ്ങനെ ഇരിക്കെ വാട്ട് ഈസ് ഡിസൈറബിൾ ടു ഡീൽ ഇറ്റ്? അപ്പോൾ അങ്ങനെ ആ ഫ്രഷ് സബ്ജക്റ്റിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് എ ഫ്രഷ് ഫയൽ. നമ്മൾ ഒരു പുതിയ ഫയൽ, ഈ പറയുന്ന ഈ കറണ്ട് ഫയലിൽ നിന്നും നമ്മൾ ഈ ഫ്രഷ് സബ്ജക്റ്റിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം, ഓപ്പണിംഗ് ഓഫ് എ ഫ്രഷ് ഫയൽ. അപ്പോൾ ചോദ്യം എന്താണ്? ഇൻ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് വിത്ത് എ സബ്ജക്റ്റ് എ ഫ്രഷ് സബ്ജക്റ്റ് അറൈസസ്, വാട്ട് ഈസ് ഡിസൈറബിൾ ടു ഡീൽ വിത്ത്? ഓപ്പണിംഗ് ഓഫ് എ ഫ്രഷ് ഫയൽ. അടുത്ത ചോദ്യം, an officer writes questions on the margin of the note file and wire the clerk to furnish reply. An officer writes questions on the margin of the note file. നോട്ട് ഫയലിൻ്റെ മാർജിനിൽ ഓഫീസർ ചില ക്വറി എഴുതി. അങ്ങനെ വരുമ്പോൾ വെയർ ദ ക്ലർക്ക് ടു ഫർണിഷ് റിപ്ലൈ, ഈ ക്ലർക്ക് തൻ്റെ മറുപടി എഴുതേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ എവിടെ? അത് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദ നോട്ട് ഫയൽ. ആ നോട്ട് ഫയലിൻ്റെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്ന നോട്ടിൻ്റെ തുടർച്ചയായിട്ടാണ് ക്ലർക്ക് മറുപടി എഴുതേണ്ടത്. എ ന്യൂ പേഴ്സണൽ രജിസ്റ്റർ ഈസ് ഓപ്പൺഡ് ഫോർ എവറി കലണ്ടർ ഇയറിൽ പേഴ്സണൽ രജിസ്റ്റർ ഓപ്പൺ ചെയ്യണം. എ ന്യൂ പേഴ്സണൽ രജിസ്റ്റർ ഈസ് ഓപ്പൺ ഫോർ എവറി കലണ്ടർ ഇയർ. When valuables are received, the തപാൽ clerk enters the details in dash. ചില മൂല്യവത്തായ ചില കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിക്കിൾസോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഈ തപാൽ ക്ലർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എൻട്രി ചെയ്യണം? വെൻ വാല്യുബിൾസ് ആർ റിസീവ്ഡ്, ദ തപാൽ ക്ലർക്ക് എൻറ്റേഴ്സ് ദ ഡീറ്റെയിൽസ് ഇൻ സെക്യൂരിറ്റി രജിസ്റ്ററിലാണ് അത് എൻട്രി ചെയ്യേണ്ടത്. അടുത്ത ഒരു ചോദ്യം, when final disposal is made, the nature and date of disposal to be completed in this register. അപ്പോൾ ഒന്നിൻ്റെ ഫൈനൽ അന്തിമ തീർപ്പ് ആയിക്കഴിഞ്ഞാൽ
ഒരു വിഷയത്തിൻ്റെ അന്തിമ തീർപ്പ്, ഒരു ഫയലിൻ്റെ അന്തിമ തീർപ്പ് ആയിക്കഴിഞ്ഞാൽ, ഫൈനൽ ഡിസ്പോസൽ ആയിക്കഴിഞ്ഞാൽ, ദ നേച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ, ഈ ഡിസ്പോസലിൻ്റെ ഡേറ്റും അത് ഏത് നേച്ചർ ഡിസ്പോസലാണ്, ഏത് തരത്തിലുള്ള ഡിസ്പോസലിലാണ് എന്നും നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? പേഴ്സണൽ രജിസ്റ്ററിലാണ്, തൻപതിവേടിലാണ് അത് എഴുതേണ്ടത്. വെൻ ഫൈനൽ ഡിസ്പോസൽ ഈസ് മെയ്ഡ്, ദ നേച്ചർ ആൻഡ് ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ടു ബി കംപ്ലീറ്റഡ് ഇൻ പേഴ്സണൽ രജിസ്റ്റർ. അടുത്തൊരു ചോദ്യം, ഹൂ വിൽ സെൻഡ് ദ ഡിസ്പോസൽ ടു ദ റെക്കോർഡ് സെക്ഷൻ? ഹൂ വിൽ സെൻഡ് ദ ഡിസ്പോസൽ ടു ദ റെക്കോർഡ് സെക്ഷൻ? റെക്കോർഡ് സെക്ഷനിലേക്ക് ഈ ഡിസ്പോസൽ, ഫൈനൽ ഡിസ്പോസലായ ഒരു ഫയൽ അയക്കേണ്ടത് ആരാണ്? ഫെയർ കോപ്പി സെക്ഷൻ ആയിട്ട് ബന്ധമിക്കാറും ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടാണ് അത് ചെയ്യുന്നത്. ഹൂ വിൽ സെൻഡ് ദ ഡിസ്പോസൽ ടു ദ റെക്കോർഡ് സെക്ഷൻ? ഫെയർ കോപ്പി സെക്ഷൻ അല്ലെങ്കിൽ ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ട്. Such closing of files are strictly prohibited. Dash. അത് ഏതാണ്? Such closing of files are strictly prohibited. Premature closing. Premature closing of files are strictly prohibited. Premature closing of files are strictly prohibited. അടുത്തൊരു ചോദ്യം, the system of indexing on the basis of index slip is known as dash. The system of indexing on the basis of index slipൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ ഇൻഡെക്സിങ് നടത്തുന്ന സിസ്റ്റത്തെ എന്ത് പറയുന്നു? സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം. The system of indexing on the basis of index slip is known as slip index system. Slip index system. Which form of communication is used for addressing government? ഇപ്പോൾ ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് കമ്മ്യൂണിക്കേഷൻ ഫോമാണ് ഉപയോഗിക്കുന്നത്? അത് ലെറ്റർ ഫോം ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ അഡ്രസ്സിങ് ഗവൺമെൻറ്? ലെറ്റർ ഫോം. ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. A regional office of a government department wrote a letter to government. A regional office of a government department wrote a letter to government. How this can be sent to government? How this can be sent to government? Sent through the head of department. ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ആയിരിക്കണം. Who will examine the local delivery book daily? Who will examine the local delivery book? എല്ലാ ദിവസവും ലോക്കൽ ഡെലിവറി ബുക്ക് ആരാണ് പരിശോധിക്കേണ്ടത്? ഡെസ്പാച്ചിങ് ക്ലർക്ക്. ഡെസ്പാച്ചിങ് ക്ലർക്ക് വിൽ എക്സാമിൻ ദ ലോക്കൽ ഡെലിവറി ബുക്ക് ഡെയിലി. വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ്? എല്ലാ ലെറ്റേഴ്സിൻ്റെയും സബ്സ്ക്രിപ്ഷൻ എന്തായിരിക്കണം? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കണം. After signing of the paper, to whom it is handed over? After signing of the paper, to whom it is handed over? It is handed over dispatch clerk. After signing of the paper, to whom it is handed over? Dispatch clerk. Which slip is pasted on the envelope? Which slip is pasted in the envelope? Economy slip. Economy slip. Economy slip is pasted in the envelope. Whose responsibility is the supply of records? Whose responsibility is the supply of records? Record keeper. It is a record keeper's responsibility to supply the records.
When telephone message are received, it is treated as dash. When telephone message received, it is treated as demi-official. Demi-official ആയിട്ടാണ് നമ്മൾ ടെലിഫോൺ മെസ്സേജുകളെ കാണുന്നത്. വെൻ ടെലിഫോൺ മെസ്സേജസ് ആർ റിസീവ്ഡ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡെമി ഒഫീഷ്യൽ. Each superintendent should maintain a register to record the staff going out at office dash hours. Each superintendent should maintain a register to record the staff going out at office hours. Each superintendent should maintain a register to record the staff going out at office hours. മൂവ്മെൻറ്റ് രജിസ്റ്ററാണ് സൂക്ഷിക്കേണ്ടത്. എല്ലാ സൂപ്രണ്ടുമാരും സെക്ഷൻ സൂപ്രണ്ടുമാർ തങ്ങളുടെ സ്റ്റാഫുകൾ ഓഫീസിന് വെളിയിൽ പോകുന്നു അല്ലെങ്കിൽ സെക്ഷന് വെളിയിൽ പോകുന്നതിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് മൂവ്മെൻറ്റ് രജിസ്റ്റർ. ആ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം. സ്റ്റാഫ് വെളിയിൽ പോകുമ്പോൾ അവരെപ്പോൾ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലെ മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. This kind of reference is also registered as the same way as any other paper received in the tawal. This kind of reference is also registered as the same way as any other paper received in the tawal. Erasing reference ഉത്ഭവ പരാമർശം എന്ന് പറയുന്നത്. A communication received in the office is stamped and numbered is called current. A communication received in the office is stamped and numbered is called current. The preparation of any communication is called drafting. The preparation of any communication is called drafting. When a file is finally disposed of, the file with a copy which is sent to record room. When a file is finally disposed of, the file with a copy of which is sent to record room. Copy of index slip. ഒരു ഇൻഡെക്സ് സ്ലിപ്പ് സഹിതമാണ് നമ്മൾ റെക്കോർഡ് റൂമിലേക്ക് ആ തീർപ്പ് കൽപ്പിക്കേണ്ട ഫയൽ അയക്കുന്നത്. When a file is finally disposed of, the file with a copy of dash is sent to record room. When a file is finally disposed of, the file with a copy of dash is sent to record room. ഒരു ഫയല് അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെട്ടപ്പോൾ അത് റെക്കോർഡ് റൂമിലേക്ക് നമ്മൾ എന്ത് സഹിതമാണ് അയക്കുന്നത്? ഇൻഡെക്സ് സ്ലിപ്പ് സഹിതമാണ് അയക്കുന്നത്. അടുത്തൊരു ചോദ്യം, the closing of a current merely because it is pending for a long period is called dash. The closing of a current merely because it is pending for a long period is called. ഒരു കറണ്ട്, ഒരു നടപ്പ് ഫയല് നമ്മൾ തീർപ്പ് കൽപ്പിക്കുന്നു. അത് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് പെൻഡിങ് ഫോർ എ ലോങ് പീരീഡ്, വളരെയധികം വർഷങ്ങളായി പെൻഡിങ് ആയതുകൊണ്ട് നമ്മളതിനെ ക്ലോസ് ചെയ്യുന്ന രീതിയെ പ്രീമെച്വർ ഡിസ്പോസൽ എന്നാണ് പറയുന്നത്. പ്രീമെച്വർ ഡിസ്പോസൽ. ദ ക്ലോസിംഗ് ഓഫ് എ കറണ്ട് മിയർലി ബിക്കോസ് ഇറ്റ് ഈസ് പെൻഡിങ് ഫോർ എ ലോങ് പീരീഡ് ഈസ് കാൾഡ് പ്രീമെച്വർ ഡിസ്പോസൽ. അടുത്തൊരു ചോദ്യം, what should be the form of correspondence to the vice chancellor of a university? ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് നമ്മൾ അയക്കുന്ന ലെറ്റർ ഫോം എന്താണ്? കറസ്പോണ്ടൻസ് ഫോം എന്താണ്? അത് ലെറ്ററാണ്. വാട്ട് ഷുഡ് ബി ദ ഫോം ഓഫ് കറസ്പോണ്ടൻസ്? നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക്, ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് അയക്കുന്ന കറസ്പോണ്ടൻസ് ഫോം ഏതാണ്? അദ്ദേഹത്തിന് കത്തിർപാട് നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട രീതി ഏതാണ്? അത് ലെറ്റർ ഫോമിലാണ് നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള കത്തിർപാടുകൾ നടത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഷുഡ് ബി ദ ഫോം ഓഫ് കറസ്പോണ്ടൻസസ് ടു ദ വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി? ലെറ്റർ.
All disposals are to be destroyed after dash. All disposals are to be disposed after റീറ്റെയിൻ പെർമനൻ്റ്ലി ആണ്. ആർഡിസ് എപ്പോഴും നമുക്ക് എന്നേക്കുമായി സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത് റീറ്റെയിൻ പെർമനൻ്റ്ലി. ആർഡിസ് റീറ്റെയിൻ പെർമനൻ്റ്ലി എക്കാലത്തെയും സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ആർ ഡിസ്പോസൽസ് എന്ന് പറയുന്നത്. അടുത്തത്, ഹൗ മെനി ടോപ്പിക്സ് ക്യാൻ ബി ഡെൽറ്റ് വിത്തിൻ വൺ ലെറ്റർ നോർമലി. ഒരു ലെറ്ററിൽ നോർമലായിട്ട് നമുക്ക് എത്ര ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം? ഒരു ടോപ്പിക് മാത്രമാണ് നമുക്ക് നോർമലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഹൗ മെനി ടോപ്പിക്സ് ക്യാൻ ബി ഡെൽറ്റ് വിത്തിൻ വൺ ലെറ്റർ നോർമലി? വൺ ആണ് ആൻസർ. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ഡിസ്പോസൽ ഈസ് ടു ബി സെൻഡ് ഔട്ട് ഇൻ ഒറിജിനൽ? വിച്ച് ഓഫ് ഡിസ്പോസൽ ഈസ് ടു ബി സെൻഡ് ഔട്ട് ഇൻ ഒറിജിനൽ? ഒറിജിനലായിട്ട് സെൻഡ് ഔട്ട് ചെയ്യുന്ന ഡിസ്പോസൽ ഏതാണ്? എൻ ഡിസ്പോസലാണ്. The disposal which is to be sent out in original. അടുത്തൊരു ചോദ്യം, which disposals are to be put into brown paper jackets and stitched? Which disposals are to be put into brown paper jackets and stitched? R and D disposals. R and D disposals ബ്രൗൺ പേപ്പർ ജാക്കറ്റിൽ ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. R and D disposals. അടുത്തൊരു ചോദ്യം, ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ക്ലർക്ക്? എത്ര ഇൻഡെക്സ് സ്ലിപ്പുകളാണ് ഒരു ക്ലർക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ്. ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ക്ലർക്ക്? ഡ്യൂപ്ലിക്കേറ്റ്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഫോർ സീക്കിംഗ് ദി റിമാർക്സ് ഫ്രം ഹിസ് സബോർഡിനേറ്റ് ഓഫീസർ? ഒരു സബോർഡിനേറ്റ് ഓഫീസറുടെ റിമാർക്സ് തേടുമ്പോൾ എന്ത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്? എൻഡോസ്മെൻറ്റ്. വാട്ട് ഈസ് ദ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഫോർ സീക്കിംഗ് ദ റിമാർക്സ് ഫ്രം ഹിസ് സബോർഡിനേറ്റ് ഓഫീസർ? എൻഡോസ്മെൻറ്റ് എന്നുള്ള കറസ്പോണ്ടൻസ് ഫോമാണ്. സബോർഡിനേറ്റ് ഓഫീസർമാരിൽ നിന്നും എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻഡോസ്മെൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം, an official correspondence from a government official to another without official formalities and with a personal touch is called. ഇപ്പോൾ ഒരു ഔദ്യോഗിക കത്തർപാട് തന്നെയാണ് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിൽ നിന്നും മറ്റൊരു ഒഫീഷ്യലിലേക്ക് നടത്തുന്ന കത്തർപാട്. ആ കത്തർപാടിൽ ഒരു ഔദ്യോഗിക ഫോർമാലിറ്റീസൊന്നും നമ്മൾ പാലിക്കാതെ ഒരു വ്യക്തിപരമായ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് എഴുതുന്ന കത്തർപാടുകൾ ഡെമി ഒഫീഷ്യൽസ്, DO ലെറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഡെമി ഒഫീഷ്യലാണ്. ആൻ ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഫ്രം എ ഗവൺമെൻറ് ഒഫീഷ്യൽ ടു അനദർ വിത്തൗട്ട് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ആൻഡ് വിത്ത് എ പേഴ്സണൽ ടച്ച് ഈസ് കാൾഡ് ഡെമി ഒഫീഷ്യൽ. ഡെമി ഒഫീഷ്യൽ എന്നാണ് നമ്മൾ പറയുന്നത്.